ഹായ് പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. പാട്ട് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങള് ഫാമിലി ആയിട്ട്, ഞാനും എൻ്റെ ഒരു സുഹൃത്ത് ഹരിയേട്ടനും ഫാമിലിയും ഞങ്ങളുടെ ഫാമിലിയും ചേർന്നുകൊണ്ട് ഒരു ടൂർ പോവുകയാണ്. മക്കളൊക്കെ ആയിട്ട് വയനാടാണ് പോകുന്നത്. അപ്പൊ എല്ലാവരും വണ്ടിയിലുണ്ട്. ഹരിയേട്ടൻ ഹായ്. പോവാ, എല്ലാവർക്കും റെഡി അല്ലേ? വയനാടാണ് പോകുന്നത്. വയനാട് പോകുമ്പോൾ നമ്മൾ ചാവക്കാട്, പൊന്നാനി, കർമ്മ റോഡ് വഴിയാണ് പോയത്. വളരെ ഭംഗിയുള്ളൊരു സ്ഥലമാണ്. അവിടെ തന്നെ അടിപൊളി ചായക്കട ഉണ്ട്. അവിടുന്ന് നമ്മൾ ചായയും കടിയും മുട്ടബജി അതൊക്കെ ആയിട്ട് അങ്ങനെ കഴിച്ച് നല്ല ഹാപ്പി ആയിട്ട് നമ്മൾ യാത്ര മുന്നോട്ട് നീങ്ങി. അങ്ങനെ വയനാട് നിന്നാണ് പിന്നെ അടുത്ത വീഡിയോ എടുത്തത്. ടെൻസാനിയ എന്ന് പറയുന്ന പുതിയൊരു പാർക്കാണ്. അവിടെ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ കാണാം റൈറ്റ് സൈഡിൽ. അത് പൂർണ്ണമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, എന്നാലും കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ഓക്കെ ആയിട്ടുണ്ട്. ഇതാ വയനാട്, ഇതേതാണ് പാർക്ക്? ടെൻസാനിയ എന്ന് പറയുന്ന പാർക്ക് കയറിയിട്ട് ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ അരക്കാൻ്റെ ഫോട്ടോ. നല്ല രസമുണ്ട്. ഒരു ഗുഹയുടെ ഉള്ളിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. പാർക്ക് മാത്രമല്ല, നമുക്ക് കുറേ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് മേടിക്കാൻ പറ്റും. കുറേ ഷോപ്പുകളൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങളൊരു വെറൈറ്റി സ്ഥാനത്തിൽ ഞങ്ങളെല്ലാവരും കൂടെ കയറിക്കോ. ഓനോ അതെ ഇങ്ങോട്ട് പോയോ, ഒരു വൈക്കൂടെ പോയിട്ടാ. ഇത് ഗ്ലാസ് കുഴപ്പമില്ല, അവിടെ നിന്ന് തന്നെ വരും. മോനോ ഇന്നോ എന്നിട്ട് പരിപാടി? എന്തിട്ട് ഗ്ലാസ്സില് ജ്യൂസ്, പ്ലാസ്റ്റിക് ജ്യൂസ്. ആട്ടെ, കൊള്ളാലോ അത്. അങ്ങനെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തെത്തി. രാത്രി ആയതുകൊണ്ട് വീഡിയോ എടുത്തില്ല. പിറ്റേ ദിവസമാണ് നമ്മളവിടെ വീഡിയോ എടുത്തത് കേട്ടോ. ഇതാണ് നമ്മുടെ ഹരിയേട്ടൻ്റെ ഫാമിലി. ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇവിടെ വയനാട്, ഇവിടെ നമ്മുടെ ഹരിയേട്ടൻ്റെ ഒരു ചേച്ചിയുടെ വീട്ടിലാണ് നമ്മൾ സ്റ്റേ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങളിതിപ്പോൾ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ വയനാട് കുറച്ച് സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. അപ്പോൾ എല്ലാവരുമായിട്ടും അങ്ങോട്ടേക്ക് പോകാനുള്ളൊരു യാത്രയുടെ ആ ഒരു തയ്യാറെടുപ്പിലാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ വയനാട് ഇനിയുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് വഴിയെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ കാണാം. അപ്പോൾ ഞങ്ങളിതാ പോകുന്നു. ഞങ്ങളിതാ വയനാട് ആദ്യത്തെ ദിവസം ഞങ്ങൾ ഓരോ സ്ഥലങ്ങളിലേക്ക് ഇറങ്ങാൻ പോകണം. മോന് കരച്ചിലാണ്. എൻ്റെ ഇവിടെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് വരണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലാണ്. പക്ഷെ ഞാൻ കൊണ്ടുവന്നിരുത്തില്ല, കാരണം വെരി ഡേഞ്ചറസ്. ഇന്നോ നിച്ചുട്ടാ ഒരു ഹായ് പറഞ്ഞേ. അപ്പൊ ഞങ്ങള് വയനാട് ആദ്യ ദിവസം തന്നെ ഞങ്ങളിതിപ്പോ കുളിച്ച് റെഡി ആയിട്ട് ഞങ്ങളിത് ഓരോ സ്ഥലങ്ങളിലേക്ക് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പൊ ഹാപ്പി ജേണി അല്ലേ, നമ്മുടെ തന്നെ പറയില്ല എല്ലാരും. അപ്പൊ ഞങ്ങൾ അടിച്ചു പൊളിച്ചിട്ട് വരാം കേട്ടോ. ഞങ്ങള് അമ്പലവയൽ അവിടെ മ്യൂസിയത്തിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മുടെ എല്ലാവരും കൂടിയിട്ട് അമ്പലവയൽ മ്യൂസിയം. ഏതാ? ഹെറിറ്റേജ് മ്യൂസിയം അതല്ലേ? ഓക്കെ, വലിയ ആ മ്യൂസിയത്തിലേക്കാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഇത് മ്യൂസിയത്തിലാണ് ഇപ്പം ഞങ്ങളുള്ളത്. ടൂറിസ്റ്റ് മാപ്പ് ഇതിൽ നോക്കിയിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. ഓക്കെ, അതെ, ആ മാപ്പ് നമ്മൾ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ കേട്ടോ. കുറേ സംഭവങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. വയനാട് പൈതൃക മ്യൂസിയം. എന്നിട്ടത് നന്ദി, അതിന്റെ കല്ലില്ലേ? ഇത് ഇവിടെ ഉണ്ടിട്ടാ, വയനാട്ടിലെ മണ്ണിനങ്ങൾ. മലയോര മണ്ണ്, വെട്ടുക്കൽ മണ്ണ്, വനമണ്ണ്. ഇവിടെ പഴയ വേലങ്ങലല്ല, കൊറേ സാധനങ്ങളുണ്ട്. ഇത് കാണുമ്പോ എന്റെ വല്യമ്മാന് ഓർമ്മ. എന്റെ വല്യമ്മാടിയിലുണ്ടായിരുന്നു ചെല്ലപ്പെട്ടി. ഇതാണ് നമ്മുടെ വയനാട്ടിലെ അമ്പും വില്ലും, കത്തി, കഠാര, കുന്തം.
വിൽക്കണി. ഇത് വിൽക്കണി. പക്ഷിയെ പിടിക്കാനുള്ള കെണി. കത്തിയമ്പ്. ഇതെന്താ സജ നമ്മളെ പഴശ്ശിരാജയില് ഉപയോഗിച്ച സാധനങ്ങളൊക്കെ ഏതാ? കുഴല്, തുടി, വെള്ളം ഇങ്ങനെ തലയിൽ വെച്ചോണ്ടില്ലേ? ചോറ് കോരാൻ ഉപയോഗിക്കുന്ന മരത്തിൽ വലിയ തവി. കോരിക. അതെന്താ? മുളനാര് കൊണ്ടുള്ള പാല് കറക്കാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ. നമ്മള് കാന്തമ്പാറ വാട്ടർഫാൾസിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടുത്തെ വ്യൂ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മള് കാന്തമ്പാറ വാട്ടർഫാൾസിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഗൈസ്, വേനലായതുകൊണ്ട് വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം വാട്ടർഫോൾസും കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെ വറ്റി വരണ്ട് കിടക്കുകയായിരുന്നു. ഞങ്ങള് വെക്കേഷനാണ് പോയത്. ഇപ്പൊ വീഡിയോ കുറച്ച് നേരം വൈകിട്ടാണ് ഇടുന്നത്. അപ്പോൾ ഞങ്ങൾ വയനാട് നിന്ന് പാക്ക് ചെയ്യാണ്. നമ്മുടെ ചേച്ചി കുടുംബം എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഹരിയേട്ടാ പോവല്ലപ്പോ? അടിപൊളി. താല്പര്യമൊന്നുമില്ല, പക്ഷെ പോകാണ്ടിരിക്കാൻ പറ്റൂലല്ലോ. ബാക്ക് ടു ഹോം. രണ്ടാമത്തെ ദിവസം നമ്മുടെ മണികണ്ഠൻ ചേട്ടൻ എൻ്റെ പ്രിയ സുഹൃത്താണ്. അദ്ദേഹത്തിന്റെ വീട്ടിലായിരുന്നു നമുക്ക് ഭക്ഷണം കാര്യങ്ങളും. സജു ഇവിടെ വെറൈറ്റി സംഭവങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. മീനൊക്കെ എടുത്ത് ഹരിയേട്ടാ അങ്ങനെ ഇരിക്കുമ്പോ കുഴപ്പമില്ലല്ലോ. സാറാണെങ്കിൽ അവിടെ ഉണ്ട്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ മണിയേട്ടൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കിളികളും കാര്യങ്ങളും ഒരു വെറൈറ്റി ഒരു ഏരിയ ഉണ്ട്. അവിടെ ഒന്ന് പൊക്കോളാനായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം ഞാനും എല്ലാവരും കൂടെ അവിടേക്ക് പോയി. നല്ല രസമായിരുന്നു. തലയിലൊക്കെ ഉണ്ട്. അറിയട്ടോ അത് ഫോണാണ്. എന്നെ കടിക്കണ്ട. കള്ളവെള്ളം ഓപ്പൺ ചെയ്തിട്ട് സംതിങ് അങ്ങോട്ട് പോലെ ഇങ്ങോട്ട് അപ്പനെന്തും ചെയ്യോ? കടിച്ചാൽ മാത്രം പേടിയുള്ളൂ. പേടില്ല, ഭയമുള്ളൂ. കടിച്ചാൽ മാത്രം പേടിയുള്ളൂ. ഓനെ ഉറങ്ങിക്കോളൂ. വാല ഒരുപാട് തുറന്നിട്ടോ. വാല ഒന്നും ചെയ്തിട്ടാ ഉമ്മത്തിനുണ്ടിട്ടാ. ഇനി ഉമ്മക്ക് കൊടുക്കുന്നുണ്ട്. ഉറങ്ങി. അങ്ങനെ ഞങ്ങൾ വയനാട് ടൂറൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ നാട്ടിലേക്ക് തിരിച്ച് പോവുകയാണ്. നമ്മളിവിടെ വയനാട് വേനലായതുകൊണ്ട് നമുക്ക് കുറേ സ്ഥലങ്ങളും ഈ വാട്ടർഫോൾസും കാര്യങ്ങളും ഒന്നും കാണാൻ പറ്റിയില്ല. എന്തായാലും അടുത്ത പ്രാവശ്യം വരും പഠിച്ച് പൊളിക്കണം. ഓക്കെ, എല്ലാവർക്കും ബൈ.